ഒമാൻ തീരത്ത് ചരക്ക് ടാങ്കറിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തിൽ ഭാരതീയരായ നാവികർ എല്ലാവരും സുരക്ഷിതരായി. അവരെ മാറ്റാൻ സാധിച്ചു. 24 ഭാരതീയ ജീവനക്കാരെ സുരക്ഷിതമായി ഇന്നലെ രക്ഷപ്പെടുത്താനായി. മുംബൈ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻറ്റർ ഒമാൻ അധികൃതരുമായി ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ടി.എസ്. ആദർശ് ചേരുകയാണ്. ആദർശ്, ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് 24 ഭാരതീയരായ നാവികർ സഞ്ചരിച്ച അല്ലെങ്കിൽ നാവികർ ഉൾപ്പെട്ട ഒരു കപ്പലിന് നേരെ ഉണ്ടായ മിസൈൽ ആക്രമണം. അങ്ങനെ കപ്പലിൻ്റെ ഏതാനും ഭാഗങ്ങൾക്ക് നാശനഷ്ടം നേരിട്ടു. ആ കപ്പലിൽ നിന്നാണ് 24 നാവികരായിട്ടുള്ള ഭാരതീയരെ നമുക്ക് സുരക്ഷിതരായി രക്ഷപ്പെടുത്താൻ സാധിച്ചത്. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടല്ലോ ആദർശ്. വിനോദ്, ഇതിൻ്റെ ദൃശ്യങ്ങൾ കോസ്റ്റ് ഗാർഡാണ് പുറത്തുവിട്ടത്. മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻ്ററാണ് ഒമാനുമായി ചേർന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. കാരണം ഈ കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരിൽ ഒരാളുടെ ബന്ധു ഇത്തരത്തിൽ കോസ്റ്റ് ഗാർഡിനെ വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെൻ്ററുമായി ഇങ്ങനെ ഭാരതീയരായ ജീവനക്കാർ ഉണ്ടായിരുന്ന ഒരു ചരക്ക് ടാങ്കറിന് നേർക്ക് മിസൈൽ ആക്രമണം നടന്നു എന്നുള്ള കാര്യം പറയുകയും അത് ആ ടാങ്കർ എന്ന് പറയുന്നത് പലാവ് പതാകയുള്ള ടാങ്കറായിരുന്നു. അത് ഒമാൻ തീരത്താണ് ഈ സംഭവം എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഒമാൻ അധികൃതരുമായി ബന്ധപ്പെടുകയും ഇത്തരത്തിലുള്ള ഈ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം ഇതെല്ലാം MRCC ഏറ്റെടുക്കുകയും ചെയ്തത്. ഇതിൻ്റെ എല്ലാം മേൽനോട്ടം കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കോസ്റ്റ് ഗാർഡ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുകയും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെയും മറ്റും വീഡിയോ അടക്കം അവർ പുറത്തുവിടുകയും ചെയ്തത്. എന്തായാലും നമ്മുടെ തീരം സംരക്ഷിക്കുന്നതിനും നമ്മുടെ കപ്പലുകളിലെ ജീവനക്കാരുടെ അപകടാവസ്ഥയിലൊക്കെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിനും കോസ്റ്റ് ഗാർഡും MRCCയും ഒക്കെ സജ്ജമാണെന്ന് ഉള്ള ഒരു സന്ദേശവും ഇതിലൂടെ നടത്തുന്നു. ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമുദ്രമേഖലകൾ സുരക്ഷിതമായിരിക്കുന്നതിനുള്ള ഒരു നടപടി അതെപ്പോഴും കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അവർ ഇക്കാര്യത്തിലും ഒരു വിശ്വസനീയ സമുദ്ര സുരക്ഷാ പങ്കാളിയായി തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോയും മറ്റും പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും 24 ഭാരതത്തിൽ നിന്നുള്ള കപ്പൽ ജീവനക്കാരെ രക്ഷിക്കുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് MRCCക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കപ്പലിന് നേർക്ക് ആക്രമണമുണ്ടായത്. എന്നാൽ വൈകുന്നേരം ഏകദേശം 5 മണിയോടെ തന്നെ ഈ ഭാരതീയരായ 24 ജീവനക്കാരെയും ആ കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരും അവർ ഭാരതീയരായിരുന്നു. അവരെ കൃത്യമായിട്ട് രക്ഷിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് കഴിയുകയും ചെയ്തു. എന്തായാലും കോസ്റ്റ് ഗാർഡ് പറയുന്നത് അവർ നമ്മുടെ സമുദ്ര തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സജ്ജമാണ്. MRCCയും ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു. മറ്റു രാജ്യങ്ങളുടെ തീരസംരക്ഷണ സേനകളുമായെല്ലാം ഏകോപനം നടത്തിക്കൊണ്ട് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സദാ സജ്ജമാണ് എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് നൽകുന്ന വിവരം. വിനോദ്, അതെ, എന്തായാലും ഭാരതീയരായ നാവികർ 24 പേരെ വളരെ സുരക്ഷിതരായി അവരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ആദർശ്.